മോർണിംഗ് all of you. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ഫീസ്, അതുപോലെ തന്നെ കണ്ടോണേഷൻ, അതുപോലെ തന്നെ അവരുടെ എക്സാം രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ സ്വയം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റായിട്ടുള്ള ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം വഴിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അത് ലോഗിൻ ചെയ്യുക. ഇവിടെ അഡ്മിഷൻസ് ഉണ്ട്, സ്റ്റുഡൻറ്റ് പോർട്ടലുണ്ട്. സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കോഴ്സും അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെഗുലർ കോഴ്സിനാണെങ്കിൽ ഈ പറയുന്ന രീതിയിലും, അതുപോലെ തന്നെ നേരെ മറിച്ച് ഡിസ്റ്റൻസ് ആയിട്ടാണെങ്കിൽ വേറൊരു രീതിയിലുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ റെഗുലർ കോളേജിൽ പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഗസ്റ്റ് ലോഗിൻ വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് സൈനപ്പ്. ഗസ്റ്റ് ലോഗിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എൻറോൾമെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ വരും. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് രജിസ്ട്രേഷൻ നമ്പർ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു രജിസ്ട്രേഷൻ നമ്പർ ജസ്റ്റ് ഡമ്മിയായിട്ട് കാണിക്കാം. രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊടുത്തിട്ടുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ലോഗിൻ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പോർട്ടലിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ പോർട്ടൽ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും എക്സാം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നേരെ ആ ലിങ്ക് ഇവിടെ ഉണ്ടാവും. ആ ലിങ്ക് കയറിയിട്ട് നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാൾ ടിക്കറ്റിൻ്റെ ലിങ്ക്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. റിവാലുവേഷൻ കൊടുക്കണേ, റിവാലുവേഷൻ ഓപ്ഷൻ ഉണ്ട്, അതിൽ റിവാലുവേഷൻ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടോണേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ കണ്ടോണേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് കണ്ടോണേഷനുള്ള ഫീസ് അടച്ച് അത് നിങ്ങളുടെ കോളേജിൽ ഒരു റിക്വസ്റ്റ് ലെറ്ററുമായി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പേഴ്സൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോളേജിൽ സബ്മിറ്റ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് ഞാനിപ്പോൾ ഗസ്റ്റ് ലോഗിനിലൂടെ പോയിട്ട് ചെയ്ത കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു യൂസർ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. അതിന് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കാണിക്കാം. ഞാൻ ഓൾറെഡി ഒരു ഇമെയിൽ ഐ ഡി അടിക്കാം. അപ്പോൾ ഗസ്റ്റ് ലോഗിൻ വഴിയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന സൈനപ്പ് ലോഗിൻ വഴിയും ചെയ്യാം. സൈനപ്പ് നമ്മൾ മുൻകൂട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ലോഗിൻ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ഡയറക്റ്റ് ലോഗിനിലായിരിക്കും, നമ്മുടെ സ്റ്റുഡൻസ് ലോഗിനിലായിരിക്കും. ഇവിടെ നമുക്ക് കണ്ടോണേഷൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കണ്ടോണേഷൻ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉള്ള സമയത്ത് നമുക്ക് കണ്ടോണേഷൻ അടയ്ക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റിസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെയാണ് അറിയാൻ വേണ്ടി കഴിയുക. ക്ലിയർ. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ നമ്മൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് ഏതിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ പോർട്ടൽ വഴിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ കണ്ടോണേഷൻ്റെ കാര്യം പറഞ്ഞു. കണ്ടോണേഷനല്ല, നമുക്ക് യൂണിവേഴ്സിറ്റിക്കുള്ള ഏത് ഫീസും അടയ്ക്കുന്നത് ഇവിടെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയാൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒന്നുകൂടി നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്യാം. അതിലിവിടെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇ പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇ പേയ്മെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇൻസ്റ്റാ പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ ഫീസ് നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലൂടെ അടയ്ക്കാം, അതുപോലെ തന്നെ ഇതിൽ കയറിയിട്ടും അടയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് കണ്ടോണേഷനൊക്കെയാണ് അടയ്ക്കുന്നതെങ്കിൽ ഇവിടെ ജസ്റ്റ് പർപ്പസ് ഏതാണെന്ന് കൊടുക്കുക. അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. കണ്ടോണേഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ കണ്ടോണേഷൻ ഫീ ഓഫ്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. സെലക്ട് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. കാരണം രജിസ്ട്രേഷൻ നമ്പറിൽ നമുക്ക് ഒരു മിസ്റ്റേക്കും വരാൻ വേണ്ടി പാടില്ല. അത് നമ്മളുടെ ഹോൾ ടിക്കറ്റിലൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. അഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുക. എത്രയാണോ കണ്ടോണേഷൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കോളേജ് നമ്മളെടുത്ത് പറഞ്ഞു വെച്ചാൽ ആ ഫീസാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ദെൻ റെബോട്ട് കൊടുത്ത് സേവ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാർഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടോണേഷൻ ഫീസ് അടയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.